യൂറോപ്യൻ യൂണിയൻ ഒരു വ്യാപാര യുദ്ധത്തിന് തയ്യാറാകണമെന്നും താരിഫ് അടിച്ചേൽപ്പിക്കുന്ന US പ്രസിഡന്റിനെ എതിർക്കണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു. എന്നാൽ ട്രംപുമായി തൽക്കാലം പോരണില്ല എന്ന തരത്തിൽ ശാന്ത നിലപാടെടുത്ത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ. മൂന്നാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്ന പൗണ്ട് നിരക്ക്. കുറവ് തൊഴിൽ വിപണി മന്ദഗതിയിലാക്കുന്നത് പലിശ നിരക്കുകളിൽ വലിയ കുറവുകൾ വരുത്തുന്നു എന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രം വിലയിരുത്തി പൈലറ്റുമാരുടെ പങ്ക് സംബന്ധിച്ച നിഗമനത്തിലെത്താൻ സമയമായിട്ടില്ല എന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ മേധാവി അരബിന്ദോ ഹണ്ട. ഹരിപ്പൂർ വിമാനാപകടം അന്വേഷിച്ചത് ഹണ്ടയുടെ നേതൃത്വത്തിൽ. US-ൽ വീണ്ടും ആൾക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്ത് അക്രമി. കെന്റക്കി ടെക്സിംഗ്ടണിലെ ബ്ലൂഗ്രാസ് വിമാനത്താവളത്തിനു സമീപം സ്റ്റേറ്റ് പെട്രോളിംഗ് വാഹനത്തിനു നേരെ നടത്തിയ വെടിവയ്പിൽ 2 സ്ത്രീകൾ കൊല ചെയ്യപ്പെടുകയും ഒരു സ്റ്റേറ്റ് പോലീസ് ട്രൂപ്പർ അടക്കം 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. കൗണ്ടി ഗാൽവേയിലെ ടുവാമിൽ ഐറിഷ് കന്യാസ്ത്രീകൾ നൂറുകണക്കിന് ശിശുക്കളെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു നൂറ്റാണ്ടിനു ശേഷം ഖനന ഗവേഷണത്തിന് തുടക്കമിട്ട് പുരാവസ്തു ഗവേഷകർ. GCC രാജ്യങ്ങളിലെ ജനസംഖ്യ 6 കോടി കടന്നു. പുരുഷ ജനസംഖ്യ ഏകദേശം 3.85 കോടിയിലെത്തി. സ്ത്രീകളുടെ ജനസംഖ്യ 2.27 കോടി. തോൽവിയറിയാതെ കുതിച്ച PSG-ക്ക് ഫൈനലിൽ നാണം കെട്ട പരാജയം. ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം ചൂടി ചെൽസി. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയൻ ഒരു വ്യാപാര യുദ്ധത്തിന് തയ്യാറാകണമെന്നും താരിഫ് അടിച്ചേൽപ്പിക്കുന്ന US പ്രസിഡന്റിനെ എതിർക്കണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപുമായി തൽക്കാലം പോരണില്ല എന്ന തരത്തിൽ ശാന്ത നിലപാടിലാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിക്കവാറും എല്ലാ ഇറക്കുമതികൾക്കും 30% തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയാണ് യൂറോപ്യൻ താൽപര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ഫ്രഞ്ച് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. അതേസമയം ഇറ്റലി, നെതർലാൻഡ്സ്, ജർമ്മനി, അയർലാൻഡ് എന്നിവ ഉൾപ്പെടെ മറ്റു യൂറോപ്യൻ നേതാക്കൾ ശാന്തത പാലിക്കാൻ ആഹ്വാനം ചെയ്തു. യൂറോപ്യൻ താൽപര്യങ്ങൾ ദൃഢമായി സംരക്ഷിക്കാനുള്ള യൂണിയന്റെ ദൃഢനിശ്ചയം ഉറപ്പിക്കേണ്ടത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന് മാക്രോൺ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഓഗസ്റ്റ് 1-നകം ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ താരിഫ് വിരുദ്ധത ഉൾപ്പെടെ പ്രതിരോധ നടപടികൾ തയ്യാറാക്കുന്നത് വേഗത്തിലാക്കുമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ 30% താരിഫ് ഭീഷണിക്ക് ശേഷം വ്യാപാര ചർച്ചകൾ എങ്ങനെ നേരിടണമെന്ന ആശങ്കയിലാണ് യൂറോപ്യൻ യൂണിയൻ. അതേസമയം മാക്രോൺ ഒഴികെയുള്ള യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിനെ തള്ളിപ്പറയാൻ വിസമ്മതിക്കുകയാണ്. ഓഗസ്റ്റ് എന്ന ട്രംപിന്റെ പുതിയ സമയപരിധിക്ക് മുൻപ് യൂറോപ്യൻ യൂണിയൻ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ട്രംപുമായി നേരിട്ട് സംസാരിച്ചതായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പറഞ്ഞു. ട്രംപുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഒരു പ്രസ്താവനയിൽ ന്യായമായ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി പറഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുവശങ്ങളും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം ആരംഭിക്കുന്നതിൽ അർത്ഥമില്ല എന്നും മെലോണി പറഞ്ഞു. US-മായി പരസ്പരം പ്രയോജനകരമായ ഒരു കരാറിലെത്താൻ യൂറോപ്യൻ യൂണിയൻ ഐക്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും തുടരണമെന്ന് ഡച്ച് പ്രധാനമന്ത്രി ഡിക് ഷൂഫ് പറഞ്ഞു. ഒരു കരാറിന്റെ ആവശ്യകത അംഗീകരിക്കുന്നു എന്ന ട്രംപിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നും താരിഫ് വർധനയ്ക്കുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ രീതിയാണെന്നും അയർലൻഡിന്റെ ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞു. വ്യാപാര കരാർ വാഗ്ദാനങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ, മറ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ താരിഫുമായി മുന്നോട്ടു പോകുമെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് ഞായറാഴ്ച പറഞ്ഞു. പ്രതിരോധ നടപടികൾക്കായി ഞങ്ങൾ തയ്യാറെടുക്കുന്നത് തുടരുമെന്നും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് എന്നും യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ വോൺ ഡെർ ലെയ്ൻ മുന്നറിയിപ്പ് നൽകി. പൗണ്ട് നിരക്ക് 3 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. തൊഴിൽ വിപണി വേഗത്തിൽ മന്ദഗതിയിലാകുന്നത് പലിശ നിരക്കുകളിൽ വലിയ കുറവുകൾ വരുത്താമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ പറഞ്ഞതിനെ തുടർന്ന് രാവിലെ പൗണ്ട് നിരക്ക് 3 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു. തൊഴിലുടമകളുടെ ദേശീയ ഇൻഷുറൻസ് സംഭാവനകളിലെ വർധനവിനെ തുടർന്ന് UK സമ്പദ് വ്യവസ്ഥയിൽ മന്ദതയ്ക്ക് തുടക്കമായതായി ഗവർണർ ആൻഡ്രൂ ബെയ്ലി ടൈംസിനോട് പറഞ്ഞു. പലിശ നിരക്കുകൾ താഴ്ന്ന അവസ്ഥയിലാണ് എന്ന് ബെയ്ലി പറഞ്ഞു. കഴിഞ്ഞ വർഷം 4 ക്വാർട്ടർ പോയിന്റ് വെട്ടിക്കുറവുകൾക്കു ശേഷം ബാങ്ക് നിരക്ക് നിലവിൽ 4.25%. അടുത്ത ഓഗസ്റ്റ് 7-ന് ബാങ്ക് നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കും. കമ്പനികൾ തൊഴിലുകളും തൊഴിൽ സമയവും വെട്ടിക്കുറയ്ക്കുകയാണ് എന്ന് റേച്ചൽ റീവ്സിന്റെ തൊഴിലുടമകളുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ ചൂണ്ടിക്കാട്ടി ഗവർണർ ബെയ്ലി പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രം വിലയിരുത്തി പൈലറ്റുമാരുടെ പങ്ക് സംബന്ധിച്ച നിഗമനത്തിലെത്താൻ സമയമായിട്ടില്ല എന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുൻ മേധാവി അരബിന്ദോ ഹണ്ട. കരിപ്പൂർ വിമാനാപകടം ഹണ്ടയുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ചത്. അന്തിമ റിപ്പോർട്ടിലൂടെ മാത്രമേ അപകട കാരണം വ്യക്തമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. AIB ആണ് അഹമ്മദാബാദ് അപകടം അന്വേഷിക്കുന്നത്. നിഷ്പക്ഷവും സുതാര്യവുമായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ നിശ്ചിത രീതിയിൽ നീങ്ങിയതെന്ന് AIB പരിശോധിക്കും. അതിനു പിന്നിൽ സാങ്കേതിക തകരാറുണ്ടോ എന്നും തിരയും. ചില വിദേശ മാധ്യമങ്ങൾ പൈലറ്റുമാരിൽ ഒരാളുടെ പിഴവാണെന്ന മട്ടിൽ ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ഇത്തരം ഊഹാപോഹങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. സത്യം കണ്ടെത്തുന്നത് വരെ നിഗമനങ്ങളിലേക്ക് നീങ്ങരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രശസ്ത കന്നഡ തമിഴ് നടി B. സരോജാ ദേവി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരു മല്ലേശ്വരത്തെ വസതിയിൽ തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. 6 പതിറ്റാണ്ടോളം സിനിമയിൽ സജീവമായിരുന്നു. കന്നഡ, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു.
കന്നഡയിൽ അഭിനയ സരസ്വതി എന്നും തമിഴിൽ കന്നഡത്തു പൈങ്കിളി എന്നുമായിരുന്നു സരോജാദേവി അറിയപ്പെട്ടിരുന്നത്. 1969 രാജ്യം പത്മശ്രീ നൽകി സരോജാദേവിയെ ആദരിച്ചു. 1992 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. 17-ാം വയസ്സിൽ 1955 മഹാകവി കാളിദാസ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. കന്നഡയിലെ കിത്തൂർ ചിന്നമ്മ, ഭക്ത കനകദാസ, നാഗകന്യകെ, കസ്തൂരി നിവാസ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായി. തമിഴ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ നാടോടി മന്നൻ, തിരുമണം എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു. പാണ്ഡുരംഗ മഹാത്മ്യം, ഭൂ കൈലാസ് എന്നീ ചിത്രങ്ങളിലെ അഭിനയം തെലുങ്കിലും ശ്രദ്ധേയമായി. ഹിന്ദിയിലും ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 പുനീത് രാജ്കുമാർ നായകനായ ചിത്രത്തിലാണ് അവസാനമായി വേഷമിട്ടത്. 9 വർഷത്തെ ചർച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയും ഞായറാഴ്ച ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള രാഷ്ട്രീയ കരാർ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായ ഇന്തോനേഷ്യ യൂറോപ്യൻ യൂണിയൻ US-നേക്കാൾ സ്ഥിരതയുള്ള പങ്കാളിയാണെന്ന കാഴ്ചപ്പാടിൽ അടുത്തിടെ എത്തിയിരുന്നു. വിപണികളെ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ നാഴികക്കല്ല് എന്ന് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ വോൺ ഡെർ ലൈൻ ഇന്തോനേഷ്യൻ കരാറിനെ വിശേഷിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ വ്യാപാരത്തിനുള്ള അവസരങ്ങൾ ഏക വിപണി ആഴമേറിയതാക്കുന്നു എന്ന് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈവിൽ ഉക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസിയായ SBU സുരക്ഷാ സേവനത്തിലെ അംഗമായ കേണൽ ഇവാൻ വോറോണിച്ചിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഏജന്റുമാരെന്ന് സംശയിക്കുന്നവരെ കൊലപ്പെടുത്തിയതായി SBU. കീവിൽ കടന്ന ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് SBU പ്രസ്താവനയിൽ പറഞ്ഞു. 3 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ യുക്രൈൻ മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ സംഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഞായറാഴ്ചത്തെ ഓപ്പറേഷനെ കുറിച്ച് റഷ്യൻ അധികൃതർ ഉടൻ പരസ്യമായി ഒന്നും പറഞ്ഞില്ല. ഇത് മോസ്കോയുടെ വിശാലമായ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നാണക്കേടുണ്ടാക്കി. നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ പകലാക്രമണത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ഉൾപ്പെടെ 2 പേർ വോറോണിച്ചിനെ കൊലപ്പെടുത്തിയതായി SBU പറഞ്ഞു. ഞായറാഴ്ച എത്ര FSB ഏജന്റുമാർ കൊല ചെയ്യപ്പെട്ടു എന്ന് SBU വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയുടെ അധിനിവേശ യുക്രൈനിലെ പ്രദേശങ്ങളിൽ വോറോണിച്ച് രഹസ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും കഴിഞ്ഞ വർഷം റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഉക്രൈനിന്റെ അപ്രതീക്ഷിത കടന്നുകയറ്റം സംഘടിപ്പിക്കാൻ സഹായിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. US-ൽ വീണ്ടും ആൾക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്ത് അക്രമി. ഞായറാഴ്ച കെന്റക്കി ലെക്സിംഗ്ടണിലെ ബ്ലൂഗ്രാസ് വിമാനത്താവളത്തിനു സമീപം അക്രമി സ്റ്റേറ്റ് പെട്രോളിംഗ് വാഹനത്തിനു നേരെ നടത്തിയ വെടിവയ്പിൽ 2 സ്ത്രീകൾ കൊല ചെയ്യപ്പെടുകയും ഒരു സ്റ്റേറ്റ് പോലീസ് ട്രൂപ്പർ അടക്കം 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ പോലീസ് വെടിവെച്ചു വീഴ്ത്തി. വെർസെയിൽസ് റോഡിലെ പ്രദേശത്ത് ലൈസൻസ് പ്ലേറ്റ് റീഡർ അലേർട്ട് ലഭിച്ചതിനെ തുടർന്ന് ട്രൂപ്പർ ഒരു വാഹനം നിർത്തിയതിനു ശേഷമാണ് വെടിവയ്പ് ആരംഭിച്ചതെന്ന് ലെക്സിംഗ്ടൺ പോലീസ് പറഞ്ഞു. ഒരു കാർ തട്ടിയെടുത്ത് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി റിച്ച്മണ്ട് റോഡ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലേക്ക് കയറി വെടിയുതിർത്തപ്പോഴാണ് 4 പേർക്ക് വെടിയേറ്റത്. 2 സ്ത്രീകൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒരു നൂറ്റാണ്ടിന് ശേഷം അയർലൻഡിലെ കൗണ്ടി ഗാൽവേയിലെ ടുവാമിൽ ഐറിഷ് കന്യാസ്ത്രീകൾ 100 കണക്കിന് ശിശുക്കളെ അടക്കം ചെയ്ത സ്ഥലം പുരാവസ്തു ഗവേഷകരും മറ്റു വിദഗ്ധരും ഖനനം ചെയ്തുകൊണ്ടുള്ള ഗവേഷണത്തിന് തുടക്കമിട്ടു. 1925-നും 1961-നും ഇടയിൽ സെന്റ് മേരീസ് മദർ ആൻഡ് ചൈൽഡ് ഹോമിൽ മരിച്ച 796 ശിശുക്കളെ ബോൺ സെർക്കോസ് ഉത്തരവ് പ്രകാരം അടക്കം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഹൗസിംഗ് എസ്റ്റേറ്റിലെ 5000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് തിങ്കളാഴ്ച ഗവേഷകർ മണ്ണ് കുഴിക്കാൻ തുടങ്ങി. യുവതികളെയും പെൺകുട്ടികളെയും പ്രസവത്തിനായി അയച്ചിരുന്ന മാതൃശിശു ഭവനം എന്നറിയപ്പെടുന്ന ടുവാമിലെ സെന്റ് മേരീസിൽ ചില ശിശുക്കളെ ഉപയോഗശൂന്യമായ ഒരു ഭൂഗർഭ സെപ്റ്റിക് ടാങ്കിൽ അടക്കം ചെയ്തു എന്നാണ് സൂചനകൾ. ഖനനം 2 വർഷം നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ കണക്കുകൂട്ടുന്നു. 1 ദശാബ്ദം മുമ്പ് ഒരു പ്രാദേശിക ചരിത്രകാരിയായ കാതറിൻ കോർലസ് 796 ശിശുക്കളുടെ മരണ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയതുവരെ ശവസംസ്കാര രേഖകളൊന്നും ഇല്ലാതെ ഈ സഹിച്ചു മരണങ്ങൾ അവഗണിക്കപ്പെട്ടു. ഇതോടെയാണ് ഇതേപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നതും ഔദ്യോഗികമായി ക്ഷമാപണം നടത്തുന്നതിനും കാരണമായത്. അയർലൻഡ്, UK, ഓസ്ട്രേലിയ, കൊളംബിയ, സ്പെയിൻ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തു ഗവേഷകർ, നരവംശ ശാസ്ത്രജ്ഞർ, മറ്റ് ഫോറൻസിക് വിദഗ്ധർ എന്നിവരടങ്ങുന്ന 18 അംഗ സംഘത്തെ നയിക്കുന്നത് മുൻ അന്താരാഷ്ട്ര റെഡ് ക്രോസ് പ്രതിനിധിയായ ഡാനിയൽ മാക്സീനിയാണ്.